ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീൻസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടിപ്സ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീൻസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ്, ഒരു മീഡിയം ടൈപ്പിലുള്ള ആ ഒരു പീസിൽ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ പീസ് ഇടരുത് ബിരിയാണിക്ക് എപ്പോഴും. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ് ഇതിലേക്കിപ്പോൾ. കൂടെ തന്നെ അതേ അളവിൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല പൊടിച്ചതും കൂടിയാണ്. ബിരിയാണി മസാല പൊടിക്കുന്ന റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനപ്പോൾ അത് പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ പകരം 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്, അതും ചേർക്കാം. കൂടെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 സ്പൂൺ നിറയെ തൈരും കൂടി. അധികം പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ കുറച്ച് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ്, അതിൻ്റെ പേരിലാണ് 2 സ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കാവുന്നതാണ് 30 മിനിറ്റ്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതായത് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് വെക്കാവുന്നതാണ്. 1 മണിക്കൂർ വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയാവും, തണുത്ത് കിട്ടിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇതൊന്ന് 30 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്കാണ് ഇത് മാറ്റുന്നത്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ അരിയും കൂടി ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 3/4 കിലോ ചിക്കന് ഞാനിപ്പോൾ 600 ഗ്രാം അളവിലാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തേക്കണം. ഞാനിപ്പോൾ നമ്മുടെ അരിയെല്ലാം 2-3 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും നമ്മുടെ അരി. അതിൽ കൂടുതൽ സമയം നമ്മൾ വെച്ചിരിക്കരുതെങ്കിൽ പിന്നെ നല്ലതുപോലെ സോഫ്റ്റായി പോകും. അത്രയും അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിയൊരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കാം. എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 5 ഗ്രാമ്പും കൂടി. അത്യാവശ്യം വലിയ പീസിൽ ഒരു 2 പീസ് കറുവാപ്പട്ട. ഇനി ഇതുപോലെ ഒരു വയനയിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു പ്രത്യേക മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കുറച്ച് സമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടും. ഫ്ലെയിം ഞാൻ ഈ സമയത്തൊന്ന് ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈയിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി കിട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്, പിന്നീട് നമുക്ക് ചോറിന് മുകളിലേക്ക് ഇടാനായിട്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ വറുത്തെടുത്ത സവാളയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ പീസുകളും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈയിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ, ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്, കാരണം നമ്മുടെ ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിനി ചൂടാകും തോറും വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. അതിൻ്റെ പേരിൽ ഒരുപാട് വെള്ളം ചേർക്കരുത് ഈ ഒരു സമയത്ത്. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാകും, ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. അടച്ച് വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അരി കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഞാനിപ്പോൾ കടായിലൊന്ന് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയാണ്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ നിറയെ ഞാനിപ്പോൾ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. മുഴുവൻ പെരിഞ്ജീരകമാണ്, പെരിഞ്ജീരക പൊടി ചേർക്കരുത്, മുഴുവൻ പെരിഞ്ജീരകം തന്നെ ചേർക്കണം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഇതുപോലെ ഒരു 3 ഏലയ്ക്ക്, 3-4 ഗ്രാമ്പു, ചെറിയൊരു പീസ് അളവിൽ തക്കോലും, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വഴനയിലയും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ അരിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. എപ്പോഴും ഉപ്പ് ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ നിൽക്കണം, അതായത് നമ്മുടെ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചോറിൽ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന അരി കൂടിയാണ്. അതിലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് മാറ്റിയതിന് ശേഷം അരി കൂടി ചേർക്കാം. അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. നമ്മൾ ഈ പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ, അത് ഇതുപോലെ ഒരല്പം പഞ്ചസാര ചേർക്കുന്നതിൻ്റെ പേരിലാണ്. കുറച്ച് പഞ്ചസാരയെല്ലാം ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് പോകും, വളരെ ലൈറ്റായിട്ട് മാത്രം ചെറിയൊരു മധുരം, ചെറിയൊരു സ്വീറ്റ്നെസ് നമ്മുടെ ഈ ചോറിലൊന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മധുരം അങ്ങനെയൊന്നുമല്ല, ആ ഒരു എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാരയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിലേ ചേർക്കാൻ പാടുള്ളൂ, അല്ലാതെ ചോറിൽ പ്രത്യേകിച്ച് ചേർക്കരുത്. വെള്ളത്തിൽ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒരു 6-7 മിനിറ്റ് ഒന്ന് തിളക്കിട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ചോറ് ഏകദേശം ഒരു 80-90% ഒന്ന് വെന്തിട്ടുണ്ടാവും. ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത്, 90% വരെ മാക്സിമം അത്രയും മാത്രമേ വേകാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റും കൂടുതലായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ ചോറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 80-90% മാത്രമേ വെന്തിട്ടുള്ളൂ. പിന്നീട് നമ്മളത് ദമ്മിലിടുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിൽ ഈ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതിൽ ഗ്രേവി ഇപ്പോഴും ഉണ്ട്, ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗ്രേവി. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ എന്ത് ടേസ്റ്റി ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന്. നല്ലൊരു പ്രത്യേക മണമൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ട് ഒന്നുകൂടി എല്ലാ മസാലയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ ആ ചോറ് കൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിന് മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ സവാള മാറ്റി വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി ഇതിന് മുകളിലേക്കൊന്ന് ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിന് മുകളിലായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ചുമന്ന കളറും കൂടി ചേർക്കാം. അത് വെറും ഓപ്ഷനിൽ മാത്രമാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. നമുക്കൊരു നിർബന്ധമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം പുതിനയിലയും കൂടി ചേർക്കുകയാണ്. പുതിനയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിൽ ഒരല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും, നമ്മുടെ ഈ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി ഇതിന് മുകളിലേക്കൊന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ദമ്മിലിടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിലാണ് ഇതിന് മുകളിലേക്കൊന്ന് വെക്കുന്നത്. ഇതൊരു നിർബന്ധമില്ല, സാധാരണ ഒരു അലുമിനിയത്തിൻ്റെ ഒരു അടപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ അടപ്പോ തട്ടോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു വെയിറ്റൊക്കെ വെക്കാം.
അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെക്കരുത്. അടിയിൽ ഇതുപോലത്തെ ഒരു ദോശത്താവയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വേവിച്ച് ദമ്മിലെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇപ്പോൾ 90% വെന്തിട്ടുള്ളൂ. ഈ ചെറിയ ചൂട് തട്ടുന്നതിനനുസരിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറും വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ വറ്റിയിട്ടുണ്ടാവും. നല്ലൊരു ഫ്ലേവറിൽ തന്നെ നമ്മുടെ ബിരിയാണിയും കിട്ടും. എന്നാലും ശരി, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളിതിപ്പോൾ ദമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, എന്ത് മണമാണ് വരുന്നതെന്ന് അറിയാമോ? അപ്പോൾ നമ്മുടെ ചോറെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നിന്ന് ഒരല്പം ചോറ് ഞാനൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ചോറൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതായത് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്യരുത്. ആ പുറത്തുള്ള ആ ചോറ് മാത്രം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് സ്പീഡിലിട്ടിങ്ങനെ ഇളക്കരുത്, പതുക്കെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അടിക്കൊന്നും ഒരല്പം പോലും ചിക്കനോ അതുപോലെ തന്നെ ഗ്രേവിയോ ഒന്നും പിടിക്കാതെ ഈ ഒരു രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്നുകിൽ ഇതിങ്ങനെ വെച്ച് തന്നെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വലിയൊരു കടായിലേക്ക് ഒന്ന് പതുക്കെ ഒന്ന് കമഴ്ത്തി തട്ടി കൊടുത്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങൾ ഇതുപോലത്തെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണിയിൽ ഉറപ്പായിട്ടും ഇത് ഒന്നായിരിക്കും. നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.